ഹലോ എവരി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ വന്നേക്കുന്നത് വേറൊരു മൂവി. ഞാൻ ലാസ്റ്റ് ഒരു 1 വീക്കായി ആ ഒരു മൂവി കണ്ടിട്ട്. ഓക്കെ, ദാറ്റ് മൂവി നെയിം ഈസ് ദേ വിൽ കിൽ യു. ഈ മൂവിയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. കിറിൽ സോക്ലോവ്, അങ്ങനെ ഒന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. ഡയറക്ടർ എനിക്കറിയില്ല, പക്ഷേ പുള്ളിയുടെ വേറൊരു പടമുണ്ട്, വൈ ഡോണ്ട് യു ജസ്റ്റ് ഡൈ. ആ ഒരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. 2018 ഇറങ്ങിയ മൂവിയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, ഡാർക്ക് കോമഡി, ബ്ലാക്ക് ഹ്യൂമർ മോഡൽ ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും കാണാൻ നോക്കിയത്. ഈ പടത്തിൻ്റെ പേര് ദേ വിൽ കിൽ യു. ഓക്കെ, ഐ തിങ്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ഇത്. പക്ഷേ കാണാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാനതിൽ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏഷ്യൻ റീവ്സ് എന്ന് പറഞ്ഞൊരു ലേഡി ക്യാരക്ടർ ഒരു മെയ്ഡിനായിട്ട് ഒരു ബിൽഡിങ്ങിൽ, മീൻസ് ഒരു ഹോട്ടലിൽ അവർ വരുന്നു. അപ്പോൾ നടക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും നടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സ്റ്റോറീസ് ഉണ്ട് അവരുടെ മറ്റേ ചെറുപ്പകാലത്തുള്ളത്. ബട്ട് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് പിന്നെ അറ്റ് ദ എൻഡ് ഫുള്ളി എൻഗേജ്ഡ് ആണ്. മൂവി തീം എന്ന് പറഞ്ഞാൽ ഡാർക്ക് കോമഡി, ആക്ഷൻ ആൻഡ് വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് 18+ മൂവിയാണ് കേട്ടോ. സോ കിഡ്സിനൊന്നും വാച്ച് ചെയ്യാൻ പറ്റില്ല. സോ മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അറ്റ് ദ എൻഡ് ഒരു 1.45 1.5 മിനിറ്റ്സ് ഉണ്ട് ഇത്. സോ എന്തായാലും നമുക്ക് ഡിസ്റ്റർബൻസ് മീൻസ് ഇടയിൽ നമുക്കൊന്ന് ഒരു ബിറ്റ് ലാഗ് പോലും ഇല്ല. അതാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നതിൽ സത്താനിക് എലമെൻസും അതൊക്കെ ഉണ്ട്. തീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആക്ഷനാണ്. ലേഡി വരുന്നു, എല്ലാവരും കില്ല് ചെയ്യാൻ നോക്കുന്നു, അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്നു, അങ്ങനത്തെ മോഡലാണ്. ഓക്കെ, സർവൈവിങ് ടൈം തന്നെയാണ്. അതിലുള്ള ചെറിയൊരു സ്റ്റോറി ലൈനൊക്കെ അതിനിടയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, അതൊക്കെ കണ്ടിരിക്കാം. ഓക്കെ, അത് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇമോഷണലി കണക്റ്റഡ് അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ക്ലൈമാക്സിൽ സാറ്റിസ്ഫാക്ഷൻ ലെവലൊക്കെ ഒരു രക്ഷയില്ല. ഓക്കെ, അതായത് നമ്മൾ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഒന്നും തോന്നില്ല. കാരണം നമ്മൾ ആദ്യം നമുക്ക് ഡൗട്ട് ഇത് എങ്ങനെ ഇവരെ മീൻസ് ഈ വില്ലന്മാരെങ്ങനെ കൊല്ലും എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യമൊക്കെ തോന്നിപ്പോവും. പക്ഷേ അത് അവരെടുത്തു വച്ചേക്കുന്നത്, ബട്ട് സ്റ്റോറി പറയാനാണെങ്കിൽ ഒന്നുമില്ല, സാധാരണ ഒരു ക്ലീഷേ മൂവി. ഓക്കെ, പക്ഷേ എടുത്തു വച്ചേക്കുന്ന ഇത് ആ ഒരു മെത്തേഡ് ഒരു രക്ഷയില്ല. സോ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഉള്ളിൽ നടക്കുന്ന സംഭവമാണ്, 1 നൈറ്റ് നടക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ആ ബ്രൈഡിൻ്റെ ഒരു മൂവിയിൽ ആ സെയിം പാറ്റേൺ തന്നെയാണ് സംഭവം. അപ്പോൾ അതിൽ നടക്കുന്ന സംഭവം വിത്തൗട്ട് എനി എൻഗേജിങ് ആൻഡ് വെരി ത്രില്ലിംഗ് ആണ്. ഓക്കെ, ക്ലൈമാക്സ് അറ്റ് ദ പീക്ക്. സോ ഇതിൽ പിന്നെ എന്താ പറയുക, തീം ഒരു ബ്ലാക്കും റെഡും ഒക്കെയാണ് ശരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഒരു റെഡിഷ്, അതായത് ബ്ലഡ് ഷെഡാണ് മൊത്തം. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ ഇതിലൊരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട്, ബിക്കോസ് ഇതിൽ എന്താ പറയുക, ഈ നമുക്ക് ഇമോഷണൽ കണക്ട്സ് കാര്യങ്ങളൊന്നുമില്ല ഇതിൽ, ഈ ഒരു മൂവിയിൽ. ഓക്കെ, സോ അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക, ഒരു ഫൺ മൂവി. ഓക്കെ, ഒരു ഫൺ റൈഡ് എന്ന രീതിയിൽ സംഭവം അടിപൊളിയാണ്. ഒരു 1 ടൈം വാച്ചബിൾ മൂവിയാണ്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടേക്കും. ഇതിപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്, വിച്ച് മീൻസ് ഇറ്റ്സ് നോട്ട് അവൈലബിൾ ഇൻ അവർ OTT പ്ലാറ്റ്ഫോം, ബട്ട് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദി ഇൻ്റർനെറ്റ്. ഇതിൽ നടി ഏഷ്യൻ റീവ്സ് ആയിട്ട് അഭിനയിച്ച പെണ്ണ് സാസി, ഐ ഡോണ്ട് നോ ദ നെയിം, സാസി എന്നാണ്. പക്ഷേ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഡെഡ്പൂൾ 2 കണ്ടിട്ടുണ്ടോ? ഡെഡ്പൂൾ 2 വാട്ട് ഈസ് യുവർ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ഒരു ലേഡി പറയുന്നില്ലേ, മൈ ലക്ക് ഈസ് മൈ സൂപ്പർ പവർ. ആ ലേഡിയാണ് ഇതിൽ ഹീറോയിനായിട്ട് വന്നേക്കുന്നത്. സോ ഇറ്റ്സ് വിത്തൗട്ട് എനി ലാഗിങ്. നിങ്ങൾക്കൊരു 2 hours, ബിലോ 2 hours ടൈം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു. നല്ല സിനിമയാണ്. നല്ല സിനിമ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഐ എം ടെല്ലിങ് യു, ഞാൻ ലാസ്റ്റ് വീഡിയോസിലും പറഞ്ഞു, ഇത് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. കാരണം എനിക്കിഷ്ടപ്പെട്ട മൂവി നിങ്ങളോട് സജഷനായിട്ട് പറയുന്നു. ഓക്കെ, ഞാൻ റേറ്റിങ്ങോ കാര്യങ്ങളും ഒന്നും ഇടില്ല. കൂടുതലും ആക്ഷൻ മൂവീസും ത്രില്ലിങ് അങ്ങനത്തെ മൂവീസൊക്കെയാണ് എനിക്കിഷ്ടം. സോ അങ്ങനത്തെ ഒരു സജഷൻസ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് മൂവീസോ സീരിയസ് സജഷനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കണ്ടു നോക്കൂ. ഇറ്റ്സ് എ ഗുഡ് മൂവി. എക്സ്പെഷ്യലി ഫൈറ്റ് ഒരു രക്ഷയില്ല. ഫൈറ്റൊക്കെ എടുത്തേക്കുന്നത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ക്ലൈമാക്സും അടിപൊളിയാണ്. ഓക്കെ, സോ
ഇനി ഇതേപോലെ ഒരു മൂവീസ് സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു അഗൈൻ.